ഇൻലോസുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, മിണ്ടാതിരുന്നാൽ മതി, ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാകുമോ എന്നുള്ള ഒരു ഭയത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആദരിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളിൽ പലരും ഭയന്ന് ജീവിക്കാനായിട്ട് നിർബന്ധിതരായി മാറുകയാണോ? കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വളരുന്ന ഒരു കാര്യമുണ്ട്: ആദരിക്കേണ്ടവരെ ആദരിക്കുക. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഈ ആദരം ഒരു ഭയമായിട്ട് മാറാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹശേഷമുള്ള പുതിയ ബന്ധങ്ങളിൽ ഈ ഒരു ആദരവ് ഭയത്തിലേക്ക് മാറി വരുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയുമോ? ഭയമില്ലാതെ പരസ്പരം ആദരിക്കാനുള്ള ഒരു വഴി, പ്രത്യേകിച്ചും വിവാഹശേഷം ഇൻലോസുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് അപ്രകാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമോ? സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ ബന്ധങ്ങൾ എങ്ങനെ മനോഹരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? അതിനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുക. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഒരു മീരയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള മീര 27 വയസ്സുള്ള ഒരു നഴ്സാണ്. വിവാഹത്തിന് ശേഷം ഓരോ രാത്രിയും അവൾ ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ മനഃപൂർവ്വം അവളെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഉള്ളിലെ ഒരു ഭയം കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും അവർ നിശബ്ദമായിട്ട് സഹിക്കുകയായിരുന്നു. ഒന്നും തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരനുഭവം. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞു വന്നാലും ഉടൻ തന്നെ പാചകം ചെയ്യണം. വസ്ത്രധാരം മോശമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് മാറാൻ പോകണം. അവൾ ചിന്തിക്കാൻ തുടങ്ങി, ഇതൊക്കെയാണോ ഈ ആദരം എന്ന് പറയുന്നത്? പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ആദരമല്ല, ഇത് ആത്മബലിയാണ്. സന്തോഷം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദുരനുഭവമാണിത്. വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണിത്. എന്നാൽ മറ്റൊരു കഥ ഞാൻ പറയട്ടെ. അത് നീനയെക്കുറിച്ചാണ്. അവൾ വിവാഹം കഴിച്ച് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസം ആരംഭിച്ചപ്പോൾ ഒത്തിരിയേറെ ജഡ്ജ് ചെയ്യപ്പെട്ട നീന. എല്ലാവരും അവളെ വിധിക്കുകയാണ്, എന്ത് ചെയ്താലും ശരിയാവില്ല. അവളുടെ ഭർത്താവ് അവളുടെ ഈ സങ്കടകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താനായിട്ട് തീരുമാനിച്ചു. അവൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാനസികമായിട്ടുള്ള വിഷമം തിരിച്ചറിയുകയാണ്. അവൻ അവൻ്റെ വീട്ടുകാരോട് സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ഭാര്യ ഇവിടെ ആരുടെയും മുന്നിൽ കഴിവ് തെളിയിക്കാനോ പരീക്ഷ എഴുതി പാസ്സാവാനോ ഒന്നും വന്നതല്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിത സന്തോഷത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതല്ലേ. അത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ സന്തോഷം എൻ്റെ ഭാര്യയുടെ വരവോടുകൂടി നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അവളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. കാരണം അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്താതെയുള്ള വളരെ തുറന്നുള്ളൊരു സംഭാഷണം കൊണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം ആ കുടുംബത്തിലുള്ളവർക്ക് പരിചിതമായിരുന്നതുകൊണ്ടും ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് അത് മറിയുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്: ഭയന്ന് വിറച്ചൊരുമിച്ച് ജീവിക്കണോ, അതോ സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു 3 തരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങനെ വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പോലും അത് ഒരു മാതൃകയായിട്ടും ഉപകാരമായിട്ടും വരും എന്നുള്ളതാണ് വാസ്തവം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദരം എന്നുള്ളത് ഒരു നിശബ്ദതയല്ല. ഇങ്ങനെ എല്ലാം പറയുന്നതെല്ലാം കേട്ട് നിശബ്ദമായിരിക്കുന്ന അവസ്ഥയല്ല ആദരം, അത് മനസ്സിലാക്കലാണ്. നമ്മുടെ സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒന്നും മിണ്ടാതെ എല്ലാം സഹിക്കുന്നതാണ് ആദരം എന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ ഈ നിശബ്ദത നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ദേഷ്യവും ഒരു മാനസിക സമ്മർദ്ദവുമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അത് വളർന്നു ഒരുതരം വെറുപ്പായിട്ട് മാറുന്നു. പിന്നീടാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കേൾക്കുന്ന മോശമായിട്ടുള്ള കഥകളിലേക്കും ദുരനുഭവങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും ഒക്കെ നമ്മുടെ കുടുംബങ്ങൾ എത്തിച്ചേരുന്നതിന് കാരണമായിട്ട് മാറുന്നത്. അപ്പം ഇതിൻ്റെ പരിഹാരം എന്നുള്ളത് തുറന്നുള്ളൊരു സംഭാഷണമാണ്. എനിക്കിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നാളെ ചെയ്യാൻ കഴിയില്ലേ, അത് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, എൻ്റെ ഇന്ന പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് അതിന് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾക്ക് അവിടെ തന്നെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ അത്
ബന്ധങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആദരം. നമ്മൾ നമ്മുടെ സത്യം മറച്ചു വെച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറുമ്പോഴാണ് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാത്തതെല്ലാം അഭിനയങ്ങളാണ്, പോയി മുഖങ്ങൾ അണിഞ്ഞുള്ള അഭിനയ ജീവിതങ്ങളാണത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എക്സ്പെക്ടേഷൻസിനെ കുറിച്ചാണ്. നമ്മുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കേണ്ട നിയമങ്ങളല്ല, അത് തുറന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. സാധാരണയായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, വിവാഹം കഴിഞ്ഞു വരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറണം, പുതിയ ആളല്ലേ, എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒത്തുപോകണം, ഇങ്ങനെ ചിന്തകൾ ഒരു തരം അലിഖിത നിയമങ്ങളായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു മകളെ കെട്ടിച്ചയക്കുക പോലും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ദുഷ്പേരുണ്ടാക്കരുത്, അവിടെ ചെന്ന് മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരുപക്ഷെ ഈ പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ഇതൊക്കെ കേട്ടിട്ടായിരിക്കും, അവളുടെ മാതാപിതാക്കളിൽ നിന്ന് കേട്ടിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അതൊരു യഥാർത്ഥമായിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷമാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവിടെ ഭയമല്ലേ അവരെ നയിക്കുന്നത്? ഭയമാണോ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടത്? ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് പരസ്പരം പ്രതീക്ഷകൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലൊക്കെയുള്ള അമ്മായിപ്പനും അമ്മായിമ്മയും ഈ മരുമകളൊക്കെ ആയിട്ട് തുറന്ന് സംസാരിക്കുക. എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവസ്ഥകൾ, ഇതൊക്കെ പങ്കുവെക്കുമ്പോഴാണ് അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരുമിച്ചിരുന്ന് എന്തൊക്കെ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു മരുമകൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇത് സംസാരിക്കാൻ കഴിയില്ലേ, നമുക്ക് ഒരുമിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നമ്മുടെ നിരാശകളൊക്കെ ഒഴിവാക്കാനായിട്ടും നമ്മുടെ ബന്ധങ്ങളെയൊക്കെ കൂടുതൽ ശക്തമാക്കാനായിട്ടും സഹായിക്കുമെന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമതായിട്ട് ഈ ആദരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദരം എന്നുള്ളത് ഈ ഒരാൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, അത് പരസ്പരമുള്ളതാണ്. ആദരം ഒരിടത്ത് കൊടുത്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അവജ്ഞയായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ സാധാരണയായിട്ട് സംഭവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലേക്ക് പുതുതായിട്ട് വരുന്നവർ മാത്രം എല്ലാം ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഒത്തുപോകണം എന്നുള്ള ഒരു ധാരണയുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിട്ട് അത് കംപ്ലീറ്റ് അങ്ങ് ഇഴുകിച്ചേരണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പരിഹാരമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുക പരസ്പരം ആദരം കാണിക്കാനായിട്ട് തയ്യാറാവുക. ഈ കടന്നു വരുന്ന ആളുടെയും പാരമ്പര്യത്തെയും ഒക്കെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുക. ഇപ്പം മുതിർന്നവരെയൊക്കെ ആദരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമയത്തിനും വ്യക്തിപരമായിട്ടും ഉള്ള ഇഷ്ടങ്ങൾക്കുമൊക്കെ അവരും വില കൽപ്പിക്കേണ്ടതാണ് എന്ന് അവരെയും കൂടി ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതൊരു യുദ്ധകളമായിട്ട് കാണുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമായിട്ട് മാറുന്നത്. മറിച്ച് ഇതൊരു സ്നേഹത്തോടെയുള്ള ഒരു ഒത്തുചേരലാണ്. ഈ ഒത്തുചേരലിന്റെ ഉള്ളിൽ വേണ്ടത് പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു നല്ല സന്തുലിതമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളത കൈവരിക. സത്യം പറഞ്ഞ തലമുറകളായി കൈമാറി വന്ന ചില ചിന്താഗതികളുടെയും ശീലങ്ങളുടെയും ഒക്കെ ഭാഗമാണ് ഇപ്രകാരമുള്ള ഈ ആദരവും ഭയവും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഭയം തോന്നിയേക്കാം, മറ്റുള്ളവർ നമ്മളെ ധിക്കാരികളായിട്ടോ പ്രശ്നക്കാരായിട്ടോ സ്വാർത്ഥരായിട്ടോ ഒക്കെ കാണുമോ എന്നുള്ള ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ നമ്മിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസമാധാനവും ആത്മാഭിമാനവും എന്തിനേക്കാൾ വിലപ്പെട്ടതാണ്. നിങ്ങളിൽ ഒരാൾ ഒരു ചെറിയ മാറ്റത്തിന് തയ്യാറായാൽ പോലും അത് ബന്ധങ്ങളിൽ വലിയ സൗന്ദര്യങ്ങൾ കൊണ്ടുവരും. നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിന് കഴിയും. ഇങ്ങനെയുള്ള ഭയങ്ങൾ നമുക്ക് മതിയാക്കാം. നമുക്ക് ഒരു നല്ല പരിശ്രമം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനും തുറന്ന് സംസാരിക്കാനും നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരികെ പിടിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതെല്ലാം സാധിക്കുന്നത് സംഭാഷണത്തിലൂടെയാണ്. ഭയം കൊണ്ടുള്ള സംഭാഷണമല്ല, ഹൃദയം തുറന്ന് സത്യസന്ധമായിട്ട് ഭയമില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ടാക്കുന്നതിലൂടെയാണ് നമുക്കത് കഴിയുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളൊക്കെ പങ്കുവയ്ക്കുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.